ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിതാ രാവിലെ ജിമ്മിന് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. എനിക്കറിയത്തില്ല എന്നെ എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. എപ്പോഴൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാം, എക്സസൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. ഈ തുടങ്ങിക്കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പനി വന്നു, പിന്നെ ഇപ്പം ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. 3 days ആകാൻ പോകുന്നു. ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്, കുറയുന്നതേ ഇല്ല. പിന്നെ എന്താ, ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ലീവ് എടുക്കാൻ താല്പര്യമില്ല. ഇന്ന് പോകണ്ടെന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞാൽ എനിക്ക് വെള്ളം പോലും ഇറക്കാൻ വയ്യ, എന്തിനാ ഉമിനീര് പോലും ഇറക്കാൻ വയ്യ. പക്ഷേ ഞാൻ പോയില്ലെന്നുകൊണ്ട് എൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറ്റും എൻ്റെ എല്ലാം തെറ്റുന്നു. അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊണ്ട വയ്യാഞ്ഞിട്ടും വെള്ളം കുടിക്കണം. ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ കുടിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ച് മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പോകണം കേട്ടോ. ഞാൻ ലിഫ്റ്റിൽ കയറുമ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് മുഖ്യമാണ് ബിഗിലി എന്ന് പറയുന്ന തൊട്ടിട്ടാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി എടുക്കും. പിന്നെ വെയിൽ ഭയങ്കര കൂടുതലാണ്, ചൂട് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നടക്കുന്ന വീഡിയോയും അങ്ങനെയുള്ളതൊന്നും എടുക്കാത്തത്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം 10 മണിയൊക്കെ ആകാൻ പോകുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വിശന്നാണ് വന്നത്. ഇന്നൊരു ചീറ്റ് ഡേ ആണ്, എനിക്ക് വെളിയിൽ പോകണം, ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. സോ ഭയങ്കര ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു ജ്യൂസ് അടിച്ചു കുടിച്ചു. വീട്ടിലുണ്ടായിരുന്ന എല്ലാ വെജിറ്റബിൾസും കണ്ടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് കുടിച്ചു. ഹെവി ആയിട്ടൊന്നും കഴിക്കാനും തോന്നിയില്ല. പിന്നെ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യണമായിരുന്നു, അതും ചെയ്തിട്ട് ഞങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നല്ല ഫുഡിയാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചാലഞ്ച് ആണെങ്കിൽ പോലും ഞാൻ വീക്കെൻഡിൽ ഒരു ചീറ്റ് ഡേ എടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചീറ്റ് ഡേ ഞാൻ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്താണ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ആ ഒരു കഫ്റ്റേരിയയിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഒരു വൈബായിരുന്നു കേട്ടോ, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമായിരുന്നു. കുറച്ച് നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ പോകണമെന്ന്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി റിവ്യൂസൊക്കെ ഇവരുടെ ഈ ഒരു കഫ്റ്റേരിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്, പോയി കാണാം, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം, ഈ പറയുന്ന റിവ്യൂ പറയുന്ന തൊട്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ഇന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ബോറടിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീക്കെൻഡ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. എന്തായാലും അത് വേർത്തായിരുന്നു. പലതരത്തിലുള്ള കോഫി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വരുന്നത് 30 dirhams ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു സ്റ്റാഫ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവിടുത്തെ പോപ്പുലറായിട്ടുള്ള ഐറ്റംസും പിന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കോഫി ഏതാണെന്നൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത്. അത്യാവശ്യം എത്ര സാധനങ്ങളും ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. നമ്മൾ പറയില്ലേ, ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ വന്ന സാധനങ്ങളൊക്കെയാണ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ സുധീഷിൻ്റെ ഇടയ്ക്ക് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. അതാണ് ഞാൻ എങ്ങനെ നോക്കുന്നത്. എൻ്റെ അടുക്ക പറയുന്നത് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യും. എവിടെ ചെന്നാലും എന്ത് ചോദിച്ചാലും എന്നോട് പറയും ഇയാൾ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ എനിക്കത് ചില സമയത്ത് ഭയങ്കര സന്തോഷമാണെങ്കിലും ചില സമയത്ത് നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ ആയി പോകുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് ഫൈനലി ആ കുട്ടി ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേടിച്ച സാധനം ഞാൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് വീഡിയോ എടുത്തു. കാരണം വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഈ രൂപത്തിൽ കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ്, കാരണം കുഞ്ഞുങ്ങളെടുത്ത് വലിച്ചു വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നു. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസ്കോഫ് മിൽക്ക് ഷേക്കാണ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പക്ഷേ വെയിറ്റ് ലോസ് ആയതുകൊണ്ട് ഒത്തിരി കഴിക്കാൻ പറ്റിയില്ല. പിന്നെ സ്പാനിഷ് ലാറ്റെ, ഇതും കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു കോഫി മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് തൊണ്ടയിൽ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ലോഡഡ് ഫ്രൈസും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത് ചിക്കൻ ബർഗറാണ്. ഈ ഒരു ബർഗറിൻ്റെ ബ്രെഡ് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. ഇവർ ഉണ്ടാക്കുന്ന ബ്രെഡാണ്, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര വേർത്താണ്. അതിനുശേഷം ഈ ഒരു ബീഫ് ബർഗർ, ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ബീഫ് അലർജിയാണ്, ഞാൻ കഴിച്ചില്ല. ഈ സുഖം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് തണുത്ത ഇത് കുടിക്കുമ്പോഴത്തേക്കും ഉള്ളൊക്കെ ഇങ്ങനെ തണുത്ത് വരുന്ന. സ്റ്റാർബക്സിലെ കോഫി ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വെറുതെ പറയുവല്ല, സത്യസന്ധമായിട്ട് പറയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഡൈനിങ് ഇല്ല, അപ്പം ടേക്ക് അവേ ആണ്. ഞങ്ങളുടെ വണ്ടിയിലിരുന്നാണ് കഴിച്ചത്. ഞാൻ ആ ഒരു ഷേക്ക് കുടിച്ചതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് രാവിലത്തെ ത്രോട്ട് പെയിൻ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ ഈവനിങ് ഞങ്ങൾ വെളിയിൽ പോകാനൊരു പ്ലാനൊക്കെ ഇട്ടു. അപ്പോൾ ഇതാ നമ്മൾ വെളിയിൽ പോവാണ്. കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു, ലുലുവിലൊക്കെ പോകണം. അപ്പം അതുകൊണ്ട് വെളിയിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഹസ്ബൻഡ് ഫോൺ എടുക്കാൻ മറന്നിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഫോൺ എടുക്കാൻ പോയതാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? എന്തായാലും ഞാൻ എനിക്ക് പറ്റുവാണെങ്കിൽ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാം. എനിക്കറിയത്തില്ല എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത്. ഇവരുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തെ ചേച്ചി എന്നെ ഇപ്പം റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, ആ വെയിറ്റൊക്കെ കുറഞ്ഞല്ലോ, സ്ലിം ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്, ഇഞ്ചസ് നന്നായിട്ട് കുറയുന്നുണ്ട്. വെയിറ്റ് ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വെയിറ്റ് അങ്ങനെ എപ്പോഴും നോക്കുന്നില്ല. കാരണം ഞാൻ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് മസിൽ മാസ് ആയിരിക്കും കൂടുന്നത്. മേ ബി അപ്പം നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വെയിറ്റിൽ വേരിയേഷൻ വരത്തില്ല. അപ്പോൾ നമ്മുടെ ജിമ്മിലും അവരും അതാണ് പറയുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് മസിൽ മാസ് കൂടും. ചിലപ്പോൾ വെയിറ്റ് കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഒരിക്കലും വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഇഞ്ചസ് ലോസിൽ നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. സോ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് മോട്ടിവേഷൻ വീഡിയോയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സമയമുള്ളപ്പോൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഹസ്ബൻഡിന് വീക്കെൻഡൊക്കെ ആകുമ്പോഴേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഡെയിലി എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാറില്ല. കാരണം എല്ലാ ദിവസവും നമ്മുടെ മൂഡ് ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ചില ദിവസം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യാഴ്മയോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റെഗുലറായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത്. ബട്ട് സ്റ്റിൽ ഞാനൊരു 3 days 4 daysലെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഒരേ കാര്യം തന്നെ ഇപ്പോൾ ജിമ്മിൽ പോകുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, ഇത് തന്നെ റെപ്പറ്റീഷനിൽ ഇട്ടാൽ നിങ്ങൾക്കും ഒരു ബോറടിക്കുമല്ലോ. അതാണ് എന്തെങ്കിലും ന്യൂ ആയിട്ട് സംഭവിക്കുമ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എന്തായാലും നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക. സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇടയ്ക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് തോന്നാതെ ഒന്നും നടക്കത്തില്ല. അതാണ് സത്യം. ലുലുവിൽ പോകാൻ ഇറങ്ങിയ ഞങ്ങൾ വന്ന് അവസാനിച്ചത് നെസ്റ്റോയിലാണ്. നെസ്റ്റോയിൽ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ലേറ്റായി വീട്ടിൽ വന്നപ്പം അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി.